5 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കറും സമ്മാനം. കോഴിക്കോട് എഗരൂരിൽ യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ചതിൽ ആശുപത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ മൃതദേഹവുമായി ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. ഡോക്ടർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ആരോഗ്യമന്ത്രിക്ക് പരാതിയും നൽകി. മൊടക്കല്ലൂരിലെ മലബാർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച എഗരൂൽ സ്വദേശി അശ്വതിയുടെ ഗർഭസ്ഥ ശിശു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരിച്ചത്. ഗുരുതരാവസ്ഥയിലായിരുന്ന അശ്വതിയെ കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടെ മരിച്ചു. മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ അനാസ്ഥയാണ് 2 മരണങ്ങൾക്കും കാരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഡോക്ടേഴ്സിനെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് അശ്വതിയുടെ ഭർത്താവ് വിനോദ് 24നോട് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, എനിക്ക് രണ്ടാളെ നേരെയാണ് എനിക്ക് ആരോപണമുള്ളത്. ഇത് ഒന്ന് എൻ്റെ വൈഫിനെ കാണിച്ച ഡോക്ടർ, OP ഡോക്ടർ പ്രജിഷ ഡോക്ടർ, പിന്നെ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടർ എന്ന് പറഞ്ഞ ഈ ജാസ്മിൻ നരഹത്യയ്ക്ക് കേസ് കൊടുക്കണം. മലബാർ മെഡിക്കൽ കോളേജിന് മുന്നിൽ അശ്വതിയുടെ മൃതദേഹവുമായി നാട്ടുകാരും ബന്ധുക്കളും പ്രതിഷേധിച്ചു. മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. ആശുപത്രി അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുകയായിരുന്നു. 19-ാം തീയതി എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ഞങ്ങൾ ഇവിടേക്ക് വരും. വന്നു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അപാകതകൾ, ഡോക്ടറെടുത്തുനിന്ന് പറ്റിയ അപാകതകൾ രേഖാമൂലം റിട്ടേൺ അന്വേഷണ റിപ്പോർട്ട് മാനേജ്മെന്റ് ഞങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നടപടികളാണ് ഇനി ഒരു മക്കൾക്ക് പോലും എന്ത് ചെയ്തില്ല. ഇത്തരം നടപടി MMCന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. MMCന്റെ ഭാഗത്ത് പല തവണകളും ഇതേപോലുള്ള നടപടി ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് അത്തോളി പോലീസ് കേസെടുത്തു. ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ആശുപത്രി അധികൃതർ. 24 കോഴിക്കോട്.